ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു ഫ്ലവർ ഷോ കണ്ടുവന്നാലോ? കിഡ്സിൻ്റെ സ്കൂളിൻ്റെ അടുത്തൊരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കണ്ടുവരാമെന്ന് കരുതി. മാംഗ്ലൂരാണേത്. മാംഗ്ലൂരിലെ ഫേമസ് ഒരു പാർക്കാണ് കദ്രി പാർക്ക്. അവിടെയാണ് ഫ്ലവർ ഷോ നടക്കുന്നത്. ഒരു 2-3 ഡേയ്സ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ കുറച്ച് സ്റ്റാൾസാണ്. ഫ്ലവറിൻ്റെതും പിന്നെ അതിൻ്റെ വിത്തും അതിൻ്റെ തൈയെല്ലാം ഇവിടെ വിൽക്കുന്നത്. ഒന്ന് പെട്ടെന്ന് നമുക്കെല്ലാം കണ്ടിട്ട് വരാം. ഇത് ദോശക്കല്ലും പിന്നെ കുഞ്ഞ് അമ്മിക്കുട്ടിയിലുള്ള ഷോപ്പാണ്, സ്റ്റാള്. നല്ല ഭംഗിയുണ്ടായിരുന്നു അതെ കാണാൻ വേണ്ടിയിട്ട്. നല്ല ബുദ്ധൻ്റെ സ്റ്റാച്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. നല്ല പ്രൈസും ഉണ്ടായോ. കുറവൊന്നും തോന്നിയിട്ടില്ല എനിക്ക് റേറ്റൊക്കെ. എനിക്ക് ഈ കുഞ്ഞു കുഞ്ഞു ഐറ്റംസിനോട് കുറച്ചും കൂടി ഇഷ്ടമുള്ളത്. നല്ല ചെറിയ ക്യൂട്ട് അമ്മിക്കുട്ടിയെല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ സ്റ്റാച്യൂസും ചെറുതെല്ലാം ഉണ്ടായിരുന്നു. നോക്കിക്കേ, ഇതിപ്പോൾ എത്ര ചെറുതുണ്ട് നോക്കി. ആട്ടുകല്ലും അമ്മിക്കുട്ടിയും എത്ര കുഞ്ഞാണെന്നറിയാം കാണാൻ. വലുത് സൈസും ഉണ്ടേ. ഇത് പിന്നെയും വിത്തിൻ്റെതും തൈൻ്റെതെല്ലാം സ്റ്റാളാണ്. ഇവിടെ പച്ചക്കറീൻ്റെ വിത്തുണ്ടായിരുന്നു, പിന്നെ ഫ്ലവറിൻ്റെ വിത്തുണ്ടായിരുന്നു. പിന്നെ ഇത് ചക്കുളീൻ്റെത്. ചക്കുളി പറഞ്ഞാൽ മുറുക്കാണ്, അരിമുറുക്ക്. അത് നമ്മൾ ചക്കുളി എന്നാണ് പറയാറ്. പിന്നെ മുറുക്കിൻ്റെതും അച്ചാറിൻ്റെതും ചട്നി പൊടീൻ്റെതും അങ്ങനത്തെ എല്ലാം സ്റ്റാൾ. ഇത് കുറച്ച് ഹോം മെയ്ഡ് ജ്യൂസും സ്ക്വാഷും ആണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ചോക്ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ പണ്ടത്തെ നാടൻ മുട്ടായി ഇല്ലേ, അതാണ് ഉണ്ടായത്. എനിക്കൊരുപാട് ഇഷ്ടമായി ഈ ഷോപ്പ് കാണുമ്പോൾ. നമ്മളെ പണ്ടത്തെ പുളി മുട്ടായിയും പിന്നെ എന്താ പറയണ്ടേ, നാരങ്ങ മുട്ടായി, സ്വീറ്റുണ്ട, തേനുണ്ട, വിക്സ് മുട്ടായി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിന്. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഷോപ്പ് കാണാൻ. ഈ മിഠായി ഒന്നും ഇപ്പോൾ എൻ്റെ പിള്ളേർക്കൊന്നും അറിയത്തേ ഇല്ല. എനിക്കെൻ്റെ സ്കൂൾ ടൈമൊക്കെ ഓർമ്മയായി ഇത് കാണുമ്പോൾ. ഞാൻ കുറച്ചൊക്കെ വാങ്ങിച്ചു, ബാക്കിയൊക്കെ കണ്ട് ആസ്വദിച്ചു. ഇത് നല്ലൊരു സ്റ്റാളായിരുന്നു. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് സീഡ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു മാജിക് ടൗൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റായിരുന്നു. ഞാൻ വാങ്ങിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കി. അവർ ഷോ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഹോട്ട് വാട്ടർ, പെന്ന്, ബുക്സൊക്കെ ഉള്ള ഷോപ്പായിരുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പായിരുന്നു. പപ്പടത്തിൻ്റെ ആണ്. ഇവിടെ എല്ലാ ടൈപ്പ് പപ്പടവും ഉണ്ടായിരുന്നു. റാഗി പപ്പടം, പാലക്ക് പപ്പടം, ഒനിയൻ പപ്പടം, അങ്ങനെ കുറേ വെറൈറ്റി പപ്പടം ഉണ്ടായിരുന്നു. ഇതൊരു ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിൻ്റെ സ്റ്റോളാണ്. ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ്, പിന്നെ കുറച്ച് തൊപ്പീസ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, തേന്, നിലക്കടല, അങ്ങനത്തെ എല്ലാം കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് പിന്നെയും ഒരു കത്തി, അരിവാള്, മൂർച്ചയുള്ള സാധനങ്ങൾ, തേങ്ങ ചെരുകുന്നതിൻ്റെ ബ്ലേഡൊക്കെ ഉണ്ടായിരുന്നു. ഇത് വെജിറ്റബിൾസിൻ്റെ വിത്തും പിന്നെ വെജിറ്റബിൾസിനുണ്ടാകുന്ന രോഗാണുമില്ലേ, അതിനുപയോഗിക്കുന്ന മരുന്നുമാണ്. പിന്നെയും ഇതേപോലെ ഷോപ്സ് വന്നേ, ഫ്ലവറിൻ്റെതും അതിൻ്റെ തൈകളുമാണ്. ഇതെനിക്ക് ഇഷ്ടമായിരുന്നു, വാങ്ങണം തോന്നിയിരുന്നു. ഇത് ആ തൈൻ്റെ ചെറിയ എന്താ പറയുക, കായില്ലേ അടിയിലുണ്ടാവുന്നത്. ഇത് പിന്നെ ഗാർഡനിങ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. പിന്നെ തേങ്ങ ചെരുവുന്നതുണ്ടായിരുന്നു, ഗാർഡനിങ് ചെടി, ഗാർഡനിൽ യൂസാക്കുന്ന കുറച്ച് ഐറ്റംസ്. ഇത് മറ്റേ സ്റ്റൂളും ചിരവിയും കൂടി ഒന്നിച്ചുള്ളതാണ്. പിന്നെ ദോശക്കല്ല്, അപ്പക്കല്ല്, ഇതേപോലെ പിന്നെയും കത്തി, അരിവാള്, അങ്ങനത്തെ എല്ലാം കുറച്ച് ഐറ്റം ഉണ്ടായിരുന്നു. ഇത് പാളയില്ലേ കവുങ്ങിൻ്റെ, അതിൻ്റെ കൊണ്ടാക്കിയ പ്ലേറ്റാണ്. ഇവിടെ കുറച്ച് ഐറ്റംസ് ഇങ്ങനെ ഷോ പീസായിട്ട് വെച്ചിട്ടുണ്ട്, ബൊക്ക മധുരമാക്കിയിട്ടും പിന്നെ വെജിറ്റബിൾസും. പിന്നെ ഇവിടെ ഒരു മയിലിനാക്കിനെ, വഴുതിനിങ്ങ കൊണ്ട്, വയലറ്റ് കളറിൻ്റെ വഴുതിനിങ്ങ കൊണ്ട് ഒരു മയിലിൻ്റെ രൂപമാക്കിനെ. പിന്നെ ഇതെനിക്ക് ഇഷ്ടമായതാണ്. ഇത് നമ്മളെ വാട്ടർ മെലണല്ലേ, ബത്തക്ക വാട്ടർ മെലണ്, തണ്ണിമത്തൻ, അതിൽ കുറച്ച് രൂപമെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഗാർഡനിങ് രണ്ടാമതും. ഇത് കുറച്ച് സ്കൂളിൽ നിന്ന് കുറച്ച് കിഡ്സ് വന്നിട്ടുണ്ടായിരുന്നേ. അവരെന്നോട് ഹായ് ഒക്കെ പറഞ്ഞു. സ്കൂളിൽ നിന്ന് അവരെ ഷോന് കൂട്ടിക്കൊണ്ട് വന്നതാണ്. ടീച്ചേഴ്സാണ് കൂടെയുള്ളത്. പിന്നെ ഇതൊക്കെ ഫ്ലവർ ഷോന്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട്. നല്ല വെയിലുമായിരുന്നു. നല്ല പൊരി വെയിലും കൊണ്ടിട്ടാണ് ഫ്ലവർ ഷോ മൊത്തം കണ്ടത്.
എനിക്ക് ഈ സ്റ്റാൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കിഷ്ടമാണ് ഈ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്. ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് ശരി അറിയത്തില്ല. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നേ. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇനി പെട്ടെന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇത് ബാക്കിയും കുറേ സ്റ്റാൾസാണ്. ഒരുപാട് സ്റ്റാൾസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഫ്ലവർ ഷോൻ്റെ പാർട്ടാണ്. ഇത് നോക്കിക്കാൻ നല്ല ഭംഗിയില്ലേ. ഈ മുളങ്കാടിന് ചുറ്റും ഫ്ലവർ കൊണ്ട് ഡെക്കറേറ്റ് ആക്കിയത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഫോണിൽ കാണുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോൾ. ഒരുപാട് സ്റ്റാൾ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിലും പോയില്ല. ബാഗ്, ഡ്രസ്സ്, കോട്ടൺ ഡ്രസ്സ് വേറെ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഹോം മെയ്ഡ് അച്ചാർ, പപ്പടം എല്ലാം നല്ല ഉണ്ടായിരുന്നു. ഇതൊക്കെ ഫ്ലവർ ഷോന് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ്. ഒരു സൈഡ് ഫ്ലവർ ഷോവും മറ്റേ സൈഡ് സ്റ്റാൾസും ആണുള്ളത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാളായിരുന്നു. നല്ല കുഞ്ഞു കുഞ്ഞു ഭരണി ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ചെറിയ ചെറിയ പാത്രം കാണാൻ നല്ല ക്യൂട്ട് ഉണ്ടായിരുന്നല്ലോ. ഇതൊരു ഫാൻസി ഷോപ്പാണ്. കുറച്ച് ഫാൻസി ഐറ്റംസും ക്ലിപ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നാച്ചുറൽ മെഡിസിനൊക്കെ ആയിരുന്നു. ഓയിൽ അങ്ങനത്തെ ഒക്കെ ഐറ്റം. ഇതൊരു വന്ദേ ഭാരതത്തിൻ്റെ മോഡലാക്കിയതാണ്. ഫ്ലവർ കൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്ത ഫ്ലവർ വെച്ചിട്ട്. ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു ഇതിന് ചുറ്റും നിന്നിട്ട്. പിന്നെ ഇതൊക്കെ ഫ്ലവർ ഷോന് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ്. നല്ല ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു അമ്മിക്കുട്ടീൻ്റെ എല്ലാം സ്റ്റോളായിരുന്നേ, കല്ല് ഐറ്റംസിൻ്റെ. ഞാനെപ്പോൾ ഓൺലൈനിൽ ഇതൊക്കെ കാണുമ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ നോക്കുവേ, വാങ്ങിയാലോ എന്ന് കരുതിയിട്ട്. ഇന്ന് പക്ഷേ നേരിട്ട് കണ്ടിട്ടും ഞാൻ വാങ്ങിയിട്ടില്ല. വാങ്ങണമെന്നുണ്ട്, പക്ഷേങ്കിൽ ഇതെല്ലാം കൊണ്ടുപോയിട്ട് വെറുതെ വെക്കലേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. ഇതൊരു ഫ്ലവേഴ്സ് ബൊക്കെ ആക്കി കൊടുക്കുന്ന സ്റ്റാളാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ബൊക്കൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് ഫ്ലവേഴ്സാണ് ഉണ്ടായിരുന്നത്. ഇത് പാർക്കിൽ എപ്പോൾ ഉള്ളൊരു ട്രെയിനാണ്. പാർക്കും ഫുള്ളായിട്ട് ചുറ്റി കറങ്ങാൻ വേണ്ടിയിട്ട്. ഇനിയുള്ളതെല്ലാം ഫ്ലവേഴ്സ് സെയിലിന് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഫ്ലവേഴ്സ് ഷോനുള്ളതല്ല, സെയിലിനുള്ളതാണ്. ഫ്ലവർ ഷോൻ്റെ സൈഡിൽ തന്നെ സെയിൽസിനുള്ള ഫ്ലവേഴ്സ് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട് സെയിലിന്. അതേപോലെ അതിൻ്റെ സീഡ്സും ഉണ്ട്, ചെറിയ പ്ലാന്റ്സും ഉണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇത് ഫുള്ള് ലില്ലി ഫ്ലവേഴ്സിൻ്റെയാണ്, ആമ്പൽ ഫ്ലവേഴ്സിൻ്റെ വെറൈറ്റീസാണ്. ഇതിൻ്റെയൊക്കെ ചെറിയ ട്യൂബ്സ് വാങ്ങിക്കാനുണ്ട്, അതേപോലെ സീഡ്സും ഉണ്ട്. സെപ്പറേറ്റ് ഷോപ്പിൽ കിട്ടുന്ന പോലെ അവർ സെയിലാക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ആമ്പൽ ചെടീൻ്റെ വെറൈറ്റി കളറായിരുന്നു. താമര ഉണ്ടായില്ല, ലോട്ടസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് റോസിൻ്റെ വെറൈറ്റി കളറാണ്. ഇതൊക്കെ സെയിലിനുള്ളതാണ്. ഇത് ചെമ്പരത്തിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാം 5 ഇതിലുള്ളതാണ്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുകൾ എൻ്റെ യൂട്യൂബ് ചാനലുണ്ടാവും. പ്ലീസ് വാച്ച്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.